ഓരോ സമയത്തും മനുഷ്യർ പിന്തുടരുന്ന ഫാഷനുകൾ മാറി മാറി വരാറുണ്ട്. എന്നാൽ നമ്മുടെ പൂർവികരുടെ ഫാഷൻ സെൻസ് എങ്ങനെയായിരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറഞ്ഞത് 70,000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ മനുഷ്യർ അവരുടെ ഫാഷൻ വസ്ത്രധാരണത്തിലും ആഭരണങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത്. ഇതിൽ വസ്ത്രധാരണത്തിലെ ഫാഷൻ തുടങ്ങുന്നത് തന്നെ അടിവസ്ത്രത്തിൽ നിന്നുമായിരുന്നു. മനുഷ്യരിൽ ഫാഷന്റെ ഉത്ഭവം ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൈബീരിയൻ ഗുഹകളിലാണ്. ഇവിടങ്ങളിലെ ഡെനിസോവ ഗുഹയിൽ നിന്നും കണ്ടെടുത്ത തയ്യൽ സൂചികളാണ് ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. 100,000 വർഷത്തിനു മുൻപേ തന്നെ ഡെനിസോവന്മാർ, നിയാണ്ടർത്തലുകൾ, ആധുനിക മനുഷ്യർ എന്നിവരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ ഗുഹ. കുറഞ്ഞത് 70,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗുഹയിലെ നിവാസികൾ അവരുടെ വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ മൃഗങ്ങളുടെ എല്ലുകളോ പല്ലുകളോ സൂചിയായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് ഹിമയുഗം ആരംഭിക്കുന്നതിന് മുൻപത്തെ സാഹചര്യമായിരുന്നു. ശേഷം ഹിമയുഗത്തിന്റെ വരവോടെ അതുവരെ ഉപയോഗിച്ചു പോന്ന അടിവസ്ത്രങ്ങൾ മതിയാകാതെ വന്നു. കാരണം കടുത്ത ശൈത്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇതവരെ സഹായിച്ചില്ല. അതിനാൽ ശരീരത്തെ കൂടുതൽ കട്ടിയോടെ ആവരണം ചെയ്യുന്നതിനും കൂടുതൽ ശരീരഭാഗങ്ങളെ മറയ്ക്കുന്നതിനുമായി കുറെ കൂടി വിശാലമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഡെനിസോവന്മാർ നിർബന്ധിതരായി. പക്ഷേ അതുവരെ ഉപയോഗിച്ചിരുന്ന സൂചികൾ ഇതിന് പ്രാപ്തമായിരുന്നില്ല. അതിനാൽ ഡെനിസോവന്മാർ സങ്കീർണമായ തയ്യൽ സൂചികൾ ഉണ്ടാക്കി. അന്നു മുതലാണ് കണ്ണുള്ള സൂചികൾ ഉപയോഗത്തിൽ വന്നതെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഈ സൂചികൾ കൊണ്ട് അവർ കൂടുതൽ കട്ടിയും നീളവുമുള്ള വസ്ത്രങ്ങൾ തുന്നിയെടുത്തു. എന്നാൽ ഈ കണ്ടുപിടുത്തം മൂലം അതുവരെ ഡെനിസോവന്മാർ പിന്തുടർന്നു വന്നിരുന്ന ശരീരത്തിലെ വരകളും ടാറ്റുകളും വസ്ത്രം കൊണ്ട് മൂടിപ്പോയി. ഇതോടെ അവർക്കുള്ളിലുണ്ടായിരുന്ന കലയുടെ ആവിഷ്കാരത്തിന്റെ വഴികൾ നഷ്ടപ്പെട്ടു. അതിനാൽ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് സർഗാത്മകത കാണിക്കാനുള്ള ഒരു ബദലായി ഉയർന്നുവന്നു. അതുവരെ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്നവർ മേൽക്കുപ്പായത്തിലേക്ക് കടന്നു. സയൻസ് അഡ്വാൻസസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഈ കുപ്പായങ്ങൾ രോമങ്ങളും മുത്തുകളും പിടിപ്പിച്ച് കൂടുതൽ ആകർഷകമാക്കിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങിയ കാലാവസ്ഥ അനുസൃതമായ ഫാഷനുകൾ ഇന്നും അവസാനമില്ലാതെ മനുഷ്യർ തുടർന്നു പോകുന്നു എന്നാണ് പഠനരചയിതാവ് ഡോക്ടർ ഇയാൻ ഗില്ലിഗൻ പറയുന്നത്.